മഹത്തായ ഒരു പ്രസ്ഥാനം നവഭാവന ചാരിറ്റബിൾ ട്രസ്റ്റ് അതിൻ്റെ 10ാം വാർഷികം ആഘോഷിക്കുകയാണ്. ഞാനിതിൻ്റെ പരിപാടികളിൽ മുൻപെത്രയോ പ്രാവശ്യം വന്ന് സംബന്ധിച്ചിട്ടുണ്ട്. എനിക്ക് ഈ മഹത്തായ ഞാൻ പറയട്ടെ, സൊസൈറ്റിയോട് ഉള്ള ഏറ്റവും വലിയ ആദരം ഇത് കുറേ പുരസ്കാരങ്ങൾ നൽകുന്നു എന്നുള്ളത് മാത്രമല്ല, അത് പ്രധാനമാണ്. നമ്മുടെ കലാകാരന്മാരെ, സാഹിത്യ നായകരെ, പ്രതിഭാശാലികളെ കണ്ടെത്തി ആദരിക്കുന്നു എന്നത് തീർച്ചയായും വലിയ പ്രോത്സാഹനം അർഹിക്കുന്ന, അംഗീകാരം അർഹിക്കുന്ന സത്പ്രവൃത്തി തന്നെ ആണ്. പക്ഷേ അതിനോടൊപ്പം ശ്രീമതി സന്ധ്യ ജയേഷ് പുള്ളിമാത്തിൻ്റെ നേതൃത്വത്തിൽ 10 വർഷമായി നവഭാവന നടത്തിവരുന്ന ചാരിറ്റബിൾ സൊസൈറ്റി ചാരിറ്റി പ്രവർത്തനങ്ങൾ നേരിട്ട് കാണാൻ ഭാഗ്യമുണ്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ. കിടപ്പ് രോഗികളെ, അനാഥരായ കുട്ടികളെ, അശരണരായ സ്ത്രീകളെ ഒക്കെ കണ്ടെത്തി അവരെ ആദരിക്കുകയല്ല, അവരുടെ ചികിത്സയ്ക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ നവഭാവന പുലർത്തി വരുന്ന മനുഷ്യ സ്നേഹപരമായ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ് എന്ന് പറയാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നു. ഇപ്പോൾ സാഹിത്യം എന്ന് പറഞ്ഞാൽ അതിനൊരു അർത്ഥമേ ഉള്ളൂ. എന്താ അർത്ഥം? അത് മനുഷ്യോചിതമാണ്, മനുഷ്യ സംസ്കാരത്തെ ഉന്നമിപ്പിക്കുന്നതാണ്. അല്ലെങ്കിൽ പിന്നെ എഴുത്തുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. നമ്മളൊക്കെ എഴുതുന്നു, പാടുന്നു, ചിത്രം വരയ്ക്കുന്നു, ഒക്കെ സംസ്കാരത്തിൻ്റെ വികസനത്തിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനമാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് നല്ല മനുഷ്യൻ, നല്ല കാലം, പുതിയ ഒരു പ്രഭാതം പുലരണം എന്നാണ് നമ്മുടെ ആഗ്രഹം. ഇരുട്ടിൽ നിൽക്കുമ്പോൾ വെളിച്ചം നമ്മൾ സ്വപ്നം കാണുന്നു. അതാണ് നമ്മുടെ ഒരു പ്രവൃത്തി. എഴുത്ത് സത്യത്തിലൊരു സ്വപ്ന സാഫല്യമാണ് എന്ന് പറയാനാണ് എനിക്ക് ഇഷ്ടം. അതുകൊണ്ട് വിവിധ സാഹിത്യ ശാഖകളിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കണ്ടെത്തി ഇവിടെ ആദരിക്കുകയാണ്. വലിയ പുരസ്കാരങ്ങൾ നൽകി അവിടെ സേവനങ്ങളെ മാനിക്കുകയാണ് പ്രിയപ്പെട്ട സന്ധ്യ ജയേഷും നമ്മുടെ ഗിരിജൻ ആചാര്യയും മറ്റ് തിരുമല ശിവൻകുട്ടിയും മറ്റ് സുഹൃത്തുക്കളും ഒക്കെ ചേർന്ന് ചെയ്യുന്നത് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങളെ ആദരപൂർവം എടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ വേദിയിൽ ഏറ്റവും ആദരണീയരായ വ്യക്തികൾ സന്നിഹിതരാണ്. നമ്മുടെ ഔദ്യോഗിക രംഗത്ത് മാത്രമല്ല, മലയാള ഭാഷയെ സ്നേഹിക്കുന്ന, രാജസ്ഥാനിൽ നിന്ന് ഇവിടെ വന്ന് പോലീസ് സേനയിൽ പ്രവർത്തിച്ച് ഇവിടെ തന്നെ വേരുറപ്പിച്ച് നിൽക്കുന്ന മഹാശയനാണ് പ്രിയപ്പെട്ട ഋഷിരാജ് സിംഗ് അവറുകൾ. അതൊരു വലിയ കാര്യമാണ്. ഏത് മലയാളിയേക്കാൾ കൂടുതൽ മലയാള ഭാഷയെയും സാഹിത്യത്തെയും മാനിക്കുന്ന ആളാണ് ശ്രീ ഋഷിരാജ് സിംഗ് എന്ന് പറയാൻ എനിക്ക് ആഗ്രഹം. അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. ഒരിക്കൽ വർഷങ്ങൾക്ക് മുമ്പ്, അദ്ദേഹം മറന്നുപോയോ എന്ന് എനിക്കറിയില്ല, ഞാൻ ഓർക്കുന്നുണ്ട്, അദ്ദേഹം എന്നോട് ഒരു പുസ്തകം ആവശ്യപ്പെട്ടു. ഞാനതിൻ്റെ ഇംഗ്ലീഷ് എൻ്റെ ഒരു പുസ്തകമാണ്, പേര് ഞാൻ പറയുന്നില്ല, ഒരു ഇംഗ്ലീഷ് പരിഭാഷ ഉണ്ടായിരുന്ന പുസ്തകത്തിന് അത് സമർപ്പിച്ചു പിന്നീട് ഒരിക്കൽ. പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് മലയാളം ഒറിജിനൽ അതാണ് വേണ്ടത്, ഇംഗ്ലീഷ് അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. ഇദ്ദേഹത്തിന് എൻ്റെ മലയാളം വായിച്ചാൽ അത് മനസ്സിലാകുമോ, ആസ്വദിക്കാനാകുമോ എന്ന് ഞാൻ ആശങ്കിച്ചു. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം അത് വായിച്ചു, എന്നോട് അദ്ദേഹത്തിൻ്റെ അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു എന്നുള്ളത് ഈ സമയത്ത് ഞാൻ ഓർമ്മിക്കുന്നു. അതുപോലെ മലയാള ഭാഷയ്ക്ക്, മലയാള കവിതയ്ക്ക് അഭിമാനം വളർത്തിയ നമ്മുടെ പ്രിയപ്പെട്ട കവി ശ്രീ പ്രഭാവർമ്മ സരസ്വതി സമ്മാൻ നേടി നമ്മുടെ ഭാഷയെ, സാഹിത്യത്തെ, സംസ്കാരത്തെ ധന്യമാക്കിയ പ്രിയ കവി പ്രഭാവർമ്മ ഈ വേദിയിലുണ്ട്. പ്രഭാവർമ്മയെയും സ്നേഹപൂർവ്വം നമ്മുടെ അഭിവാദനം നമുക്ക് അറിയിക്കാം. ബാക്കിയുള്ള സുഹൃത്തുക്കളെ എല്ലാവരെയും ഒറ്റ വാക്കിൽ നമസ്കരിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സന്ധ്യ ജയേഷിന്, കൂട്ടുകാർക്ക്, ഗിരിജൻ
ആചാര്യയ്ക്ക്, എല്ലാവർക്കും, സഹകരിക്കുന്ന നവഭാവനയുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംഭാഷണം ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.